വഖഫ് നിയമ ഭേദഗതിക്ക് എതിരായിട്ടുള്ള ഹർജികളാണ് ഇപ്പോൾ സുപ്രീം കോടതിക്ക് മുൻപാകെ എത്തിയിരിക്കുന്നത്. ലീഗിന് വേണ്ടിയുള്ള ഹർജികൾ പരിഗണിക്കുകയാണ്. കപിൽ സിബൽ അഭിഭാഷകൻ വിവിധ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർത്തുന്നത്. ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി പി ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, ഇത് വഖഫ് അനുഷ്ഠിക്കാനുള്ളത് ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ്, അവകാശമാണ്. അപ്പോൾ അതിന് മേലുള്ള ഒരു കൈകടത്തലാണ്, കടന്നുകയറ്റമാണ് എന്ന് ഏതൊക്കെ ഈ വ്യവസ്ഥകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതിക്ക് മുമ്പാകെ വാദമുഖങ്ങൾ ഉയർത്തുന്നത്? ഇപ്പോഴും തുടരുകയാണോ ബസന്ത? തീർച്ചയായും ഇപ്പോഴും വാദം നടക്കുകയാണ്. ഇതിൽ പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് കാര്യങ്ങളാണ് കപിൽ സിബൽ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, വഖഫ് ചെയ്യുന്നതിന് ഒരു ഇസ്ലാം മതവിശ്വാസിയാണ്, 5 കൊല്ലമായി ഇസ്ലാം മതവിശ്വാസിയാണ് എന്ന് തെളിയിക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കപിൽ സിബൽ എടുത്ത് പറയുന്നത്. ഈ നിയമത്തിൻ്റെ 3-6 വകുപ്പ് പ്രകാരമാണെങ്കിൽ, യൂണിഫൈഡ് വഖഫ് മാനേജ്മെൻറ്റ് ആക്ട് ഇത് പ്രകാരമാണെങ്കിൽ, ഇപ്പോഴത്തെ ഇതനുസരിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ഈ 5 കൊല്ലം നിങ്ങൾ ഇസ്ലാം മതവിശ്വാസിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖ വേണം. ഇത് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് ഒരു സ്റ്റേറ്റ് ആണോ ഇത് തീരുമാനിക്കുന്നത്, ഞാനൊരു മുസ്ലിമാണോ അല്ലയോ എന്ന് ഒരു സർക്കാർ തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എത്തുക എന്നാണ് പ്രധാനമായും ചോദിക്കുന്നത്. ഇതിൽ ചീഫ് ജസ്റ്റിസ് പറയുന്ന ഒരു മറുപടി ഉണ്ട്. അതായത് ഈ വഖഫുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വ്യക്തി നിയമങ്ങളിൽ കടന്നു കയറിയുള്ള ഈ നിയമനിർമ്മാണം ശരിയല്ല എന്നുള്ള കപിൽ സിബലിൻ്റെ ഈ വാദത്തിന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞ പ്രധാനമായും മറ്റൊരു വാദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഹിന്ദു സമുദായത്തിൻ്റെ കാര്യത്തിലും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് പാർലമെൻറ്റ് നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ വ്യത്യസ്തമായ രീതിയിലായിരിക്കാം എന്നുള്ളതാണ് ചീഫ് ജസ്റ്റിസ് പറയുന്നത്. ഭരണഘടനയുടെ 26-ാം അനുച്ഛേദം അത്തരത്തിൽ എന്തെങ്കിലും ഒരു തടസ്സം സർക്കാരിന് മുന്നിൽ വെക്കുന്നില്ല, ഒരു നിയമനിർമ്മാണത്തിനുള്ളൊരു തടസ്സം സർക്കാരിന് മുന്നിൽ വെക്കുന്നില്ല എന്നുള്ളതാണ്. അത് മതേതര ഒരു സ്വഭാവമുള്ള ഒരു അനുച്ഛേദമാണത് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ചീഫ് ജസ്റ്റിസ് പറഞ്ഞ വാചകങ്ങൾ ഇതാണ്: ബട്ട് ഇൻ ഹിന്ദുസ് ഇറ്റ് ഡസ് ഹാപ്പൻ. So Parliament has enacted a law for Muslims. Many may not be like of the Hindus. Article 26 will not bar enactment of law in this case. Article 26 is universal, that it applies to all എന്നാണ് ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ വാദം നടക്കുന്നു. മരണശേഷമുള്ള വഖഫ് എന്നുമുള്ള തരത്തിലാണ് കാര്യങ്ങൾ. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സർക്കാർ ഇടപെടുന്ന ഒരു സാഹചര്യമാണ് വരുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പോൾ മറ്റൊരു വാദം വന്നിരിക്കുന്നത് സിബലിൻ്റെ ഭാഗത്തു നിന്ന്, വഖഫ് കൗൺസിലിൽ മുസ്ലിങ്ങൾ അല്ലാത്തവരെ ഉൾപ്പെടുത്തുന്നത് ഭരണഘടനാ വിരുദ്ധം എന്നുള്ളതാണ്. അതായത് 2 പേർ അമുസ്ലിങ്ങളായിരിക്കും എന്നുള്ളതാണ് വഖഫ് കൗൺസിലുമായി ബന്ധപ്പെട്ട് സെൻട്രൽ കൗൺസിലും അതോടൊപ്പം തന്നെ വഖഫ് സ്റ്റേറ്റ് ബോർഡുമായി ബന്ധപ്പെട്ട നിയമത്തിൻ്റെ ഭാഗത്ത് പറയുന്നത്. അത് ഒരു ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് എന്നുള്ളതാണ്. മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ നോക്കി നടത്താൻ മുസ്ലിങ്ങൾക്ക് കഴിയും എന്നാണ് ഇപ്പോൾ സിബൽ വാദിക്കുന്നത്. അതായത് പ്രധാനമായും ഈ ബില്ല് വരുന്ന സമയത്ത് തന്നെ, ബില്ലുമായി ചർച്ച നടക്കുന്ന സമയത്ത് തന്നെ പ്രധാനമായി ഉയർന്ന വാദങ്ങൾ ഈ 3 തന്നെയാണ്. അതായത് ഈ ഇസ്ലാം മതവിശ്വാസിയാണ് എന്ന് 5 കൊല്ലം തുടർച്ചയായി ഇസ്ലാം മതവിശ്വാസം പിന്തുടരുന്നു എന്നുള്ളത് തെളിയിക്കണം. 2, ഈ അമുസ്ലിങ്ങൾ വഖഫ് സെൻട്രൽ കൗൺസിലിലും അതോടെ വഖഫ് സ്റ്റേറ്റ് ബോർഡിലും വരുന്നു എന്നുള്ള കാര്യങ്ങൾ, ഇവയൊക്കെ പ്രധാനമായും തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. ഇതൊരു ഭരണഘടനാ വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ് എന്നൊക്കെ ഉള്ള വാദങ്ങൾ തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലും കപിൽ സിബൽ ഉന്നയിക്കുന്നത്. മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ നോക്കി നടത്താൻ മുസ്ലിങ്ങൾക്ക് കഴിയുമെന്നാണ് സിബൽ ഇപ്പോൾ കോടതിയിൽ വ്യക്തമാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചീഫ് ജസ്റ്റിസ് ഈ വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് സിബൽ പറഞ്ഞപ്പോൾ അത്തരത്തിൽ ഹിന്ദു സമുദായങ്ങൾക്കിടയിലും ഇത്തരം നിയമനിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു രൂപത്തിലാണെങ്കിലും ഹിന്ദു സമുദായത്തിലും വലിയ തോതിൽ വ്യക്തി നിയമങ്ങളിൽ സർക്കാർ നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു നിയമ തടസ്സം അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായി ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഭരണഘടനയുടെ 26-ാം അനുച്ഛേദത്തിന് തടസ്സമാക്കിക്കൊണ്ടുള്ള ഒരു നടപടിയൊന്നുമല്ല ഇത് എന്നുള്ളൊരു ചൂണ്ടിക്കാണിച്ചു. Under 1995, all nominees were Muslims. I have charged all Hindus or Sikh the nominees are Hindus or Sikhs. It's a direct violation. അതായത് എൻഡോമെൻറ്റ്സ്, അതായത് ഈ പറയുന്ന ഹിന്ദു വിശ്വാസത്തിൻ്റെയും സിഖിൻ്റെയും ഒക്കെ തന്നെ അവരുടെ ആ സാഹചര്യങ്ങളും ഈ നിയമമായി അവിടെ നിലനിൽക്കുന്ന വ്യവസ്ഥകളുമാണ് കടുത്ത ലംഘനമെന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാട്ടുന്നത്. അവിടെ ആർട്ടിക്കിൾ 26 അനുച്ഛേദം 26B ഉൾപ്പെടെയുള്ളവ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ തീർത്തും ഇതൊരു ഭരണഘടനാ വിരുദ്ധമാണ്. സ്റ്റേ അനിവാര്യമാണ്. ഈ നിയമം റദ്ദാക്കണമെന്ന ആവശ്യമാണ് സിബൽ ഇപ്പോൾ ഉന്നയിക്കുന്നതല്ലേ?
ഞാൻ പറഞ്ഞില്ല, ഇതൊരു പ്രാഥമിക വാദങ്ങൾ, അല്ലെങ്കിൽ ഈ ബില്ലിൽ പ്രധാനമായും എന്തിനേക്ക് എതിർക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കപിൽ സിബൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ കാര്യം, ഈ വഖഫ് കൗൺസിലിലും സ്റ്റേറ്റ് ബോർഡുകളിലും ഒക്കെ തന്നെ മുസ്ലിങ്ങളായിരുന്നു നേരത്തെ ഇതിൻ്റെ ഭാഗമായിരുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ അംഗങ്ങളായിരുന്നവർ. പക്ഷേ അതിന് പകരം ഹിന്ദുക്കൾക്കും വേണമെങ്കിൽ ഇതിൻ്റെ ഭാഗമാകാം എന്നുള്ളതാണ് അമുസ്ലിങ്ങൾ എന്ന വാക്കുകൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നാണ് കപിൽ സിബൽ വാദിക്കുന്നത്. ഇത് ഒരു മൗലിക അടിസ്ഥാന അവകാശങ്ങൾക്ക് മേലുള്ള ഒരു കടന്നുകയറ്റമാണ് ഒരു നിയമനിർമ്മാണത്തിലൂടെ എന്നാണ് കപിൽ സിബലിന്റെ വാദം വരുന്നത്. പക്ഷേ ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ ഇക്കാര്യത്തിൽ ഒരു മറുപടി നൽകുന്നുണ്ട്. അതായത് വേർഡിങ്സ് ഓഫ് ആർട്ടിക്കിൾ 26 റിഗാർഡിംഗ് അഡ്മിനിസ്റ്ററിംഗ് എക്സെട്ര, അതായത് ഭരണപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് നിങ്ങൾ മതാചാരവുമായി കൂട്ടിക്കുഴയ്ക്കരുത് എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ പറയുന്നത്. വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ചോദ്യമാണ് ജസ്റ്റിസ് വിശ്വനാഥൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അതായത് ഭരണഘടനയിലെ 26-ാം അനുച്ഛേദത്തിൻ്റെ വാക്കുകൾ, അതായത് ഭരണവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് നിങ്ങൾ മതാചാരങ്ങളുമായി ബന്ധപ്പെടുത്തി കൂട്ടിക്കുഴയ്ക്കരുത് എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ ചോദിക്കുന്നത്. കപിൽ സിബലാകട്ടെ ഇപ്പോൾ വഖഫ് നിയമത്തിൻ്റെ പ്രധാന വകുപ്പുകളൊക്കെ തന്നെ വായിക്കുന്ന ഒരു ഘട്ടത്തിലാണുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ പ്രധാനമായും 3 എതിർപ്പുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒന്ന്, അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതും, 2, ഈ ഇസ്ലാം മതവിശ്വാസിയാണ് 5 കൊല്ലമായി തുടരുന്നു എന്നുള്ള ആ ഭാഗവും, അതോടൊപ്പം തന്നെ ഇത് പൂർണ്ണമായും ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള ഒരു കാര്യവുമാണ് ഇപ്പോൾ കപിൽ സിബൽ കോടതിയുടെ മുന്നിൽ ഉന്നയിച്ചിരിക്കുന്നത്. 2 ചോദ്യങ്ങളാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. ഒന്ന്, മുസ്ലിം വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണങ്ങൾ, അല്ലെങ്കിൽ അത് അതിനെ മറികടക്കുന്ന എന്തെങ്കിലും നിയമനിർമ്മാണങ്ങൾ പാടില്ല എന്നുള്ളത് ശരിയാണോ? കാരണം മറ്റ് സമുദായങ്ങളുടെ, പ്രത്യേകിച്ച് ഹിന്ദു സമുദായത്തിൻ്റെ തന്നെ വ്യക്തി നിയമങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാണിക്കുന്നു. 2, ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ പറഞ്ഞത് പ്രധാനമായും ഈ സ്ഥാപനങ്ങളുടെ ഭരണവുമായി നിങ്ങൾ മതാചാരത്തെ കൂട്ടിക്കുഴയ്ക്കരുത്, രണ്ടാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വാദമാണ് ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഇതൊരു പ്രാഥമിക ഒരു എതിർപ്പ് അല്ലെങ്കിൽ വാദങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. കപിൽ സിബൽ ചീഫ് മുസ്ലിം ലീഗിന് വേണ്ടിയാണ് ഹാജരായിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സുപ്രധാനമായ മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗ് വളരെ വ്യക്തമായ ഒരു നിലപാട് സുപ്രീം കോടതിയിൽ എടുത്തിട്ടുണ്ട്. അതായത് ആ വിഷയത്തിനും ശാശ്വത പരിഹാരമാണ്, പക്ഷേ ഇവരെ ഒഴിപ്പിച്ചുകൊണ്ടാകരുത് എന്നുള്ള തന്നെയാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ഹർജിയിലും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളത്. അതായത് ബസന്ത്, ഇനിയുള്ള ഹർജി എല്ലാം കേൾക്കാൻ തന്നെയാണ് തീരുമാനം അല്ലേ? ഇപ്പോൾ തന്നെ ലീഗിന്റെ ഹർജി എടുക്കുമ്പോൾ പ്രമുഖ അഭിഭാഷകൻ കപിൽ സിബൽ ഉയർത്തുന്നത് പ്രധാനപ്പെട്ട 3 ചലഞ്ചുകൾ, അതാണ് വെല്ലുവിളികൾ, അതാണ് ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോടതിക്ക് മുൻപാകെ സമർത്ഥിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ഹർജിയിലും അത്തരത്തിലുള്ള ശക്തമായ വാദങ്ങൾ ഉയരും. അതൊക്കെ കേൾക്കാൻ തന്നെയാണ് സുപ്രീം കോടതി അറിയിപ്പായി നൽകിയിരിക്കുന്നത് അല്ലേ? പ്രതീക്ഷ, ഇപ്പോൾ കപിൽ സിബലിന്റെ വാദം വന്നിരിക്കുന്നത്, അതായത് സെൻട്രൽ വഖഫ് കൗൺസിലിൽ 22 അംഗങ്ങളാണുള്ളത്. സർക്കാരിൻ്റെ ഇപ്പോൾ പുതിയ നിയമപ്രകാരമാണെങ്കിൽ ഈ 22-ൽ 10 പേരും അമുസ്ലിങ്ങളായാലും പിന്നെ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ 10 പേർ മാത്രമേ മുസ്ലിങ്ങളായിട്ടുണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു വാദമാണ് സിബൽ ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതായത് 22-ൽ 10 പേർ, പരമാവധി 10 പേർ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. അതായത് ചീഫ് ജസ്റ്റിസ് ചോദിക്കുന്നത്, എക്സ് ഒഫിഷ്യോ മെമ്പർമാർക്ക് പുറമെയാണോ ഈ 2 അമുസ്ലിങ്ങളായ അംഗങ്ങൾ വരുന്നത് എന്നുള്ളത് പറയുമ്പോൾ അല്ല, എക്സ് ഒഫിഷ്യോ അംഗങ്ങൾക്ക് പുറമെയാണ്. അതായത് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2 ഏറ്റവും കുറഞ്ഞത്, അല്ലെങ്കിൽ 2 പേർ ഏറ്റവും കുറഞ്ഞ നിലയ്ക്ക് വരാം. അപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാരെയും നിയമിക്കാനുള്ള ഒരു സാധ്യത ഈ നിയമപ്രകാരമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ആർട്ടിക്കിൾ 26-ാം അനുച്ഛേദ പ്രകാരമാണെങ്കിൽ ഈ എല്ലാവരും മുസ്ലിങ്ങളായിരിക്കണം. പക്ഷേ ഇപ്പോൾ 22-ൽ 10 പേരും പിന്നെ അമുസ്ലിങ്ങളായാലും അത്ഭുതപ്പെടേണ്ടതില്ല, 10-ൽ കൂടുതൽ അമുസ്ലിങ്ങളായാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളൊരു വാദമാണ് ഇപ്പോൾ കപിൽ സിബൽ ഉന്നയിക്കുന്നത്. അതാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായൊരു വാദമായി വരുന്നത്. അതായത് അമുസ്ലിങ്ങൾ കടന്നു വരുമ്പോൾ ഇതിൻ്റെ സ്വഭാവം മാറുന്നു എന്നുള്ളതാണ്. അതായത് വഖഫ് സ്റ്റേറ്റ് ബോർഡുകളുടെ അല്ലെങ്കിൽ സെൻട്രൽ കൗൺസിലുകളുടെയൊക്കെ സ്വഭാവം മാറുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ വരുന്നത്. ഒരു വ്യക്തി ഇഷ്ടമുള്ളതുപോലെ അവരുടെ ഭൂമി ഉപയോഗിക്കാൻ അവകാശമുണ്ട് പഴയ നിയമപ്രകാരം. പിന്നെ എന്തിനാണ് വഖഫ് ഭൂമി രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്നത്? അതായത്
ഒരു ഭൂമി ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാൻ ഒരു വ്യക്തിക്ക് അവകാശമുള്ള ഒരു സാഹചര്യത്തിൽ വഖഫ് ഭൂമി മാത്രം എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യണം? അല്ലെങ്കിൽ ഒരു രജിസ്റ്ററിംഗ് അതോറിറ്റി ഉണ്ടാവും വഖഫിൻ്റെ സ്വത്തുക്കളുടെ കാര്യത്തിൽ, അത് എന്തിന് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ കപിൽ സിബൽ പ്രധാനമായും ഉന്നയിക്കുന്നത്. പുതിയ നിയമപ്രകാരമാണ് ഈ വഖഫ് സ്വത്തുക്കളൊക്കെ കൃത്യമായി രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളൊരിതുണ്ട്. അത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് അല്ലെങ്കിൽ മുൻകാല പ്രാബല്യം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ രജിസ്റ്റർ ചെയ്ത സ്വത്തുക്കളുടെ കാര്യത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത സ്വത്തുക്കളുടെ കാര്യത്തിലും നിയമപരമായി ചില നേട്ടങ്ങൾ പലർക്കും ലഭിച്ചേക്കും. അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിച്ചു കഴിഞ്ഞാൽ ചൂണ്ടിക്കാട്ടിയത് ഈ അമുസ്ലിം നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പിന്നീട് ഈ പറയുന്ന 5 വർഷത്തെ എന്ന വ്യവസ്ഥ, പിന്നീട് ഈ രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ സിബൽ ചൂണ്ടിക്കാട്ടിയത്. അതിന് എന്തായിരുന്നു കോടതിയുടെ ഭാഗത്തുള്ള മറുചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? കോടതി പ്രധാനമായും വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നപ്പോൾ മാത്രമാണ് പറഞ്ഞത്. അതിപ്പോൾ മുസ്ലിങ്ങൾക്ക് മാത്രമായി അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വ്യക്തി നിയമത്തിൽ ഒരു നിയമനിർമ്മാണം പാടില്ല എന്നാണോ താങ്കൾ പറയുന്നത് എന്ന് ചോദിക്കുക മാത്രമാണ് ചെയ്തത്. മാത്രമല്ല ഹിന്ദു വ്യക്തി നിയമത്തിലും ഒക്കെ തന്നെ നിയമനിർമ്മാണങ്ങൾ പാർലമെന്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലം ഇരിപ്പുണ്ട്. മാത്രമല്ല അങ്ങനെ ഒരു നിയമനിർമ്മാണത്തിന് എന്തെങ്കിലും ഒരു തടസ്സം ഭരണഘടനയുടെ 26-ാം അനുച്ഛേദം നൽകുന്നില്ല എന്നുള്ളൊരു വിശദീകരണവും ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തായി വന്നിട്ടുണ്ട്. മറ്റൊരു ചോദ്യം ജസ്റ്റിസ് കെ വി വിശ്വനാഥിൻ്റെ ഭാഗത്താണ്. അത് ഈ വഖഫ് ഭൂമി അല്ലെങ്കിൽ ഒരു മതാചാരം എന്ന് പറയുന്ന വഖഫ് എന്ന് പറയുന്ന ആ മതാചാരവും ആ സ്വത്തിൻ്റെ ഭരണപരമായ കാര്യങ്ങളും കൂട്ടിക്കുഴയ്ക്കരുത് എന്നുള്ളതാണ്. ഭരണപരമായ അല്ലെങ്കിൽ ആ സ്വത്ത് നടത്തിക്കേണ്ട അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്ന രീതിയും അതിൻ്റെ മതാചാരവും തമ്മിൽ നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം മാത്രമാണ്, ഈ 2 ചോദ്യങ്ങൾ മാത്രമാണ് ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. ഇപ്പോൾ കപിൽ സിബലിൻ്റെ പ്രധാനപ്പെട്ട വാദങ്ങൾ എന്ന് പറയുന്നത് പല വഖഫ് ഭൂമികളും രജിസ്റ്റർ ചെയ്തത് 100 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇനി അതിൻ്റെ രേഖകൾ ഹാജരാക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഹാജരാക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതായത് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ള കാര്യം. രജിസ്റ്റർ ചെയ്യാത്ത ഭൂമി വഖഫായി കണക്കാക്കില്ല എന്നുള്ളൊരു ഇതാണ് പുതിയ നിയമത്തിൻ്റെ ഭാഗമായി വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പല വഖഫ് ഭൂമികളും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് 100 കൊല്ലങ്ങൾക്ക് മുമ്പൊക്കെ തന്നെ പലതും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത് ആദ്യ വഖഫ് നിയമങ്ങളൊക്കെ രൂപീകരിക്കുന്ന കാലഘട്ടങ്ങളിൽ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇനി ഇവയുടെയൊക്കെ രേഖകൾ എവിടെ നിന്ന് കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു ചോദ്യമാണ് കപിൽ സിബലിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പ്രധാനമായും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 കാര്യങ്ങൾ, വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ അമുസ്ലിങ്ങളുടെ സാന്നിധ്യം, വഖഫ് സ്വത്തുകൾ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള കാര്യം, ഇതിലേക്കാണ് ഇപ്പോൾ കപിൽ സിബൽ വന്നിരിക്കുന്നത്.